Students, welcome to my college programs. നമ്മൾ 10th ഇംഗ്ലീഷ് ഇതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. പാർട്ട് 1 ഫസ്റ്റ് യൂണിറ്റിലത്തെ സ്നേക്ക് ബൈറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. സ്നേക്ക് ബൈറ്റ് എന്നുള്ള യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു സ്റ്റോറിയാണ്. ഇത് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ കുറേ ഇതായിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ഇതിലാണ് ദിസ് ഇസ് എ ബോയ് ടു അബൌട്ട് എ യങ് ബോയ് രാജ ഹി ലൈക്ക്ഡ് മെൻഡ് വിത്ത് സ്നേക്ക് ആൻഡ് ബീസ്. ഒരു രാജ എന്നുള്ള ചെറിയൊരു ബോയ്, ഒരു മോൻ എന്ത് ചെയ്യുന്നു, കളിക്കാൻ ഇങ്ങനെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെടികൾക്കിടയിൽ നിന്ന് പിന്നെ ആ ചെടികളിൽ കുറേ ബീസ് വണ്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ വണ്ടിൻ്റെയും സ്നേക്സിൻ്റെയും ആ രണ്ടിൻ്റെയും കഥകളാണ് ഇതിൽ പറയുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പാമ്പിനെയും വണ്ടിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ ഇവനിങ്ങനെ ചെടികളിൽ എപ്പോഴും ഇവൻ എവിടെയായിരിക്കും, പൂന്തോട്ടത്തിൽ തന്നെയായിരിക്കും. ഒരു ദിവസം അവൻ എന്ത് ചെയ്തു, അതിലൊരു വണ്ടിനെ പിടിച്ചു. പൂന്തോട്ടത്തിലേക്ക് ചെന്നിട്ട് വണ്ടിനെ പിടിച്ചപ്പോഴേ അതിലൊരു അവൻ എന്ത് ചെയ്ത്, അവനൊരു ബൈറ്റ് കിട്ടുകയാണ്. അപ്പോൾ അവന് കടിച്ചപ്പോഴേ അവൻ എന്ത് ചെയ്ത്, വേഗം വീട്ടിൽ അവൻ്റെ ഫിംഗർ എന്ത് ചെയ്ത് നീര് വന്ന് ഇതായി. അപ്പോൾ ഫിംഗർ വന്നപ്പോൾ അവൻ എന്ത് ചെയ്ത്, വീട്ടിലേക്ക് റൂമിലേക്ക് പോയി. അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കണ്ട് ഗ്രാൻഡ് ഫാദറും പാരൻസും ഒക്കെ എന്ത് ചെയ്ത് പേടിച്ചു പോയി, ഇതെന്ത് പറ്റി എന്നുള്ളത് നോക്കിയിട്ട് പേടിച്ചു പോയപ്പോഴേ അവരെന്ത് ചെയ്ത്, ആ സ്നേക്ക് ബൈറ്റ് എന്താണ് നിന്നെ കടിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്താണ് സ്നേക്ക് പാമ്പ് കടിച്ചതാണ് എന്നുള്ള തരത്തിലേക്ക് അവർ എന്ത് ചെയ്ത് അപ്പോൾ ദേ ടുക്ക് ഹിം ടു മാൻ ഹു ദേ ക്യൂർ. ആൻഡ് അവൻ്റെ അച്ഛൻ എന്ത് ചെയ്ത്, പാരൻസ് എന്ത് ചെയ്ത്, അതിൽ പല പൊടിക്കൈകളൊക്കെ ആ കടിച്ച ഭാഗത്ത് പല മരുന്നുകളും വെച്ചു കൊടുത്ത് അവൻ എന്ത് ചെയ്ത്, അതിനൊരു താൽക്കാലികമായിട്ട് അവരുടെ മനസ്സിൽ എപ്പോഴും എന്തായിരുന്നു, അതൊരു പാമ്പ് കടിച്ചു എന്നാണ് വിചാരിച്ചത്. ശരിക്കും അതെന്ത് ചെയ്തായിരുന്നു, ഒരു ബീ ആയിരുന്നു കടിച്ചത്. ദ ബോയ് വാണ്ടഡ് ടു ടെൽ വെൻ ഇറ്റ് വാസ് എ ബീ sting and not a snake bite, but he asked to remain silent. പക്ഷേ അച്ഛനോ പാരൻസോ ഒക്കെ ഇത് പാമ്പ് കടിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇവന് മനസ്സിലായി, ഇവനൊന്നും ആ പേടിച്ച് പോയ അവൻ എന്ത് ചെയ്തില്ല, അവനൊന്നും ഉത്തരം പറഞ്ഞില്ല, അവൻ സൈലൻ്റ് ആയിട്ട് നിന്നു. അപ്പോൾ ഇവർ അടുത്തുള്ള പിന്നെ ഹോസ്പിറ്റലിലൊന്നും പോവാതെ അവർ വീട്ടിൽ തന്നെയുള്ള ക്യൂർ ചെയ്യും. അങ്ങനെ അവർ അടുത്തുള്ള ഒരു മന്ത്രവാദീന ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ചെല്ലുന്ന ആളെ വിളിച്ചു വരുത്തി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ രാജുവിൻ്റെ അടുത്തേക്ക് വന്നു. അവരെന്നിട്ട് എന്ത് ചെയ്തു, അവൻ്റെ ഫിംഗർ നോക്കുമ്പോഴത്തേക്ക് കൈ ഫുള്ളിങ്ങനെ നീര് വന്നിട്ടുണ്ട്, ആ കടിച്ച ഭാഗത്തൊക്കെ. ഇവരൊക്കെ പാമ്പ് കടിച്ച് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മാൻ എന്ത് ചെയ്തു, അവരെ സന്യാസി, അവർ പൂജകളൊക്കെ ചെയ്യുന്ന സന്യാസി വന്നപ്പോഴേ അദ്ദേഹം എന്ത് ചെയ്ത്, ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളമോ ഇലയോ ഒക്കെ എടുത്തിട്ട് ഈ മുറിവിൽ തട്ടി മുറിവിന് ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി. അപ്പോൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴേ ഇവൻ്റെ ആ ഹേർട്ട്, അവന് വേദനിക്കുന്നത്, രാജുവിന് വേദനിക്കുന്നത് സ്റ്റോപ്പായി. ഹേർട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോഴേ എല്ലാവരും ഒരു കൺക്ലൂഷനിലെത്തി. എന്താണ് അത്, അദ്ദേഹത്തിൻ്റെ മന്ത്രം കൊണ്ടാണ് എന്ത് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ മാജിക് മന്ത്രം കൊണ്ടാണ് ആ വേദനയൊക്കെ പോയത്. അദ്ദേഹം ഒരു അതുല്യമായ ായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു നിഗമനത്തിലെത്തി. ഗ്രാൻഡ് പാരൻസ് എന്ത് ചെയ്ത്, ആ മാനോട് താങ്ക് പറയുകയോ അദ്ദേഹം വീട്ടിലേക്ക് അവളെ വിളിച്ചിട്ട് റിവാർഡുകളൊക്കെ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്ത്, രാജാൻ്റെ കൈ നന്നായിട്ട് ക്യൂർ ആവുകയും ചെയ്തു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഒരു ഇൻ്റർപ്രിറ്റേഷൻസ് നമുക്ക് മെയിനായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു റോങ് ബിലീഫാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. റോങ് ബിലീഫ് എന്ന് വെച്ചാൽ ശരിക്കും രാജുവിനെ കടിക്കുന്നത് എന്താണ്, ബി കുത്തിയതിലാണ് അവൻ്റെ കൈ നീര് വരുന്നത്. പക്ഷേ പാരൻസ് അത് അവരാരും കാണില്ല, അതിൻ്റെ അറിയുന്നത് ആര് മാത്രമാണ്, രാജു മാത്രമാണ് അത് അറിയുന്നത്. അപ്പോൾ അതിൽ പിന്നെ ആ പാമ്പ് കടിക്കുന്ന അല്ലെങ്കിൽ പാമ്പാണ് കടിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിൽ പാരൻസ് എത്തുകയും അവരെന്ത് ചെയ്ത് അവിടെയുള്ള മന്ത്രം ചെയ്യുന്ന മന്ത്രവാദി ഇവനെ കൊണ്ടുവന്നിട്ട് അതിനൊരു കെയർ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു റോങ് ബിലീഫായിട്ടാണ് നമ്മളിതിനെ ശരിക്കും രാജുവിനെ കുത്തിയത് എന്താണ്, വണ്ടായിരുന്നു കുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ഒരു റോങ് ബിലീഫിനെ കാണിക്കുന്ന എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ മെയിൻ എന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിന് മാജിക്കൽ പവറോട് കൂടിയിട്ട് രാജുവിന് ഒരു ക്യൂർ കിട്ടി എന്നുള്ള ഒരു മിത്തും ഇതിൽ വരുന്നുണ്ട്, ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഇതിലുള്ള ഒരു മെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാമർ വൈസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റോറിയിൽ തന്നെ ആഡ്വേർബ്സുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആഡ്വേർബ്സ് എന്ന് പറയുന്നത് എങ്ങനെ ഫോം ചെയ്യുന്നതാണ്, വൈസ് ഫോം ചെയ്യുന്ന ആഡ്വേർബ്സുകൾ നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാം. അപ്പോൾ ആ പാരഗ്രാഫിൽ നമുക്ക് കാണാം സ്റ്റോറി. ആഡ്വേർബ്സ് എന്ന് പറയുന്നത് വൈയിൽ അവസാനിക്കുന്ന വാക്കുകളാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ആഡ്വേർബ്സ് എന്ന്. അതായത് ക്ലവർലി, ബ്യൂട്ടിഫുള്ളി, ഇതൊക്കെ ഏതാണ്,
എന്താണ്? ആഡ്വേർബ്സ് ആണ്. അപ്പോൾ ആഡ്വേർബ്സ് എന്ന് വെച്ചാൽ എന്ത് പറയണം? LYയിൽ അവസാനിക്കുന്ന ഇതാണ് ഏതെന്ന് പറയുന്നത്? ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഗ്രാമറാണ്. രണ്ട് തരത്തിലുള്ള ഗ്രാമേഴ്സുകൾ നമുക്കിതിൽ കാണാം. ഒന്ന് ഇറഗുലർ ഗ്രാമറും റെഗുലർ ഗ്രാമറും. നമുക്കറിയാവുന്നതാണ് റെഗുലർ ഗ്രാമർ എന്ന് പറയുന്നത് നമുക്ക് ലൈക്ക് എന്ത് ചെയ്യുക, ED വെച്ച് വരുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ED വെച്ച് വരുന്ന വാക്കുകളാണ് റെഗുലർ ഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. ED വെച്ച് വരുന്ന വാക്കുകളാണ് ഏതെന്ന് പറയുന്നത്? റെഗുലർ വേർഡ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ED വെച്ച് വരുന്നത് ഏതൊക്കെ ആയിരിക്കാം? ഇപ്പോൾ ചാർട്ടിൻ്റെ ED വെച്ച് വരുന്നത് എന്തായിരിക്കും? ചാർട്ടഡ് എന്നുള്ളത് എന്താണ്? അത് റെഗുലർ വേർഡ്സ് ആണ്. ചാർട്ടഡ്. ഓക്കെ, രണ്ട് വാക്ക്. അങ്ങനെയുള്ള പല വാക്കുകളും ചാർട്ടഡ്, ലൈക്ക്ഡ് അതൊക്കെ ഇതിൽ വരുന്ന വാക്കുകളാണ് ഇറഗുലർ വേർഡ്സിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് ഇറഗുലർ വേർഡ്സുകൾ. ഇറഗുലർ വേർഡ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ദ സ്പെല്ലിങ്. ചേഞ്ച് ദ സ്പെൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കിനെ അൾട്ടർലി ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വാക്കാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറഗുലർ വേർഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ക്യാച്ചിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഇറഗുലർ വേർഡ്സ് ആകുമ്പോഴേ എന്താണാവുന്നത്? കോട്ടാവും. അതേസമയം സീക്കിനെ ഇറഗുലർ വേർഡ്സ് ആക്കുമ്പോൾ സോട്ടാവും. കമ്മിന് എന്താക്കും? കെയിമാക്കും. അതാണ് ഇറഗുലർ വേർഡ്സ്. അത് നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ഒരു മെയിൻ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ വരുന്നത് മെയിനായിട്ടും പിന്നെ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്? എന്താണ് പിന്നെ ഇതിൽ രാജുവിൻ്റെ ബില്ല് ഇതിനെ കടിച്ചിട്ടുള്ള ഇത് എന്താണ് എന്നുള്ളത്, പിന്നെ അതിൻ്റെ പാരഗ്രാഫ് റൈറ്റിങ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ചാപ്റ്ററാണ്, അപ്പോൾ അത് നോക്കാം. പിന്നെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ രാജ ട്രൈ ടു ക്യാച്ച് എ ബി വാട്ട് ഹാപ്പൻഡ്. ഫസ്റ്റ് രാജയ്ക്ക് എന്ത് പറ്റിയതാണ് എന്നുള്ളത് നമുക്കറിയാം. എന്താണ് രാജയ്ക്ക് ട്രൈ ടു ക്യാച്ച് ബി എന്ന് എഴുതുമ്പോഴേ എന്താ ചെയ്തത്? ഹി ഗോട്ട് ഹേർട്ട് അല്ലേ? നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. പിന്നെ ഇഫ് യു ആർ ഗിവൺ ടു വില്ലേജ് അഡ്വൈസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരു ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ നിന്ന് വരുന്നുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് ഹൗ ദ സ്ക്വിറൽ ഗോട്ട് ദ